ശാന്തി 26/2/21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമത്തിൽ നിങ്ങൾക്ക് പുതിയതും വേറിട്ടതുമായ നോളജ് ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളെല്ലാവരും ആക്ടേഴ്സാണ്. ഒരാളുടെ പാർട്ട് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. ചോദ്യം: മായയുടെ മേൽ ജയം നേടുന്നതിനായി ആത്മീയ യോദ്ധാക്കളായ നിങ്ങൾക്ക്, അതായത് ക്ഷത്രിയർക്ക്, ഏതൊരു യുക്തി ലഭിച്ചിരിക്കുന്നു? ഉത്തരം: ഹേ ആത്മീയ ക്ഷത്രിയരെ, നിങ്ങൾ സദാ ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഓർമ്മയിലിരിക്കുന്നതിൻ്റെ അഭ്യാസമുണ്ടാക്കൂ. അപ്പോൾ മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കും. തലകീഴായ സങ്കല്പങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ഓർമ്മയുടെ മധുരമായ യുക്തി മായാജീതാക്കി മാറ്റും. ഗീതം. ആരുടെ കൂട്ടുകാരൻ ഭഗവാനാണ്? ഓം ശാന്തി. ഇത് മനുഷ്യർ ഉണ്ടാക്കിയ ഗീതമാണ്. ഇതിൻ്റെ അർത്ഥം ആരും അല്പം പോലും അറിയുന്നില്ല. ഗീത, ഭജനം തുടങ്ങിയവ പാടുന്നു. ഭക്തർ മഹിമ ചെയ്യുന്നു, പക്ഷേ ഒന്നും അറിയുന്നില്ല. മഹിമ വളരെയധികം ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾക്ക് മഹിമയൊന്നും ചെയ്യേണ്ടതില്ല. കുട്ടികൾ അച്ഛൻ്റെ മഹിമ ഒരിക്കലും ചെയ്യുന്നില്ല. ബാബയ്ക്കറിയാം, ഇത് എൻ്റെ കുട്ടികളാണ്. കുട്ടികൾക്കറിയാം, ഇത് നമ്മുടെ ബാബയാണ്. ഇപ്പോൾ ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. എങ്കിലും എല്ലാവരും പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ വരെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഹേ ബാബ എന്ന് ഭഗവാനോട് പറയുന്നു. ഈ ഒന്നിൻ്റെ നാമം ശിവബാബ എന്നാണ്. എങ്ങനെയാണോ നമ്മൾ ആത്മാക്കൾ, അതുപോലെയാണ് ശിവബാബ. ആ ഒന്ന് പരം ആത്മാവാണ്. ആ ഒന്നിനെ സുപ്രീം എന്ന് പറയുന്നു. നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. ആ ഒന്നിനെ സുപ്രീം സോൾ എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ നിവാസ സ്ഥാനം എവിടെയാണ്? പരംധാമത്തിൽ. എല്ലാ ആത്മാക്കളും അവിടെയാണ് വസിക്കുന്നത്. ആക്ടേഴ്സ് തന്നെയാണ് സോൾസ്. നിങ്ങൾക്കറിയാം, നാടകത്തിൽ ആക്ടേഴ്സ് നമ്പർ വൈസ് ആയിരിക്കും. ഓരോരുത്തരുടെയും പാർട്ട് അനുസരിച്ച് ഇത്ര വേതനം ലഭിക്കുന്നു. അവിടെ വസിക്കുന്ന എല്ലാ ആത്മാക്കളും പാർട്ട്ധാരികളാണ്. എന്നാൽ നമ്പർ അനുസരിച്ചാണ് എല്ലാവർക്കും പാർട്ട് ലഭിച്ചിട്ടുള്ളത്. ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാക്കളിൽ എങ്ങനെയാണ് അവിനാശി പാർട്ട് അടങ്ങിയിട്ടുള്ളത് എന്ന്. എല്ലാ ആത്മാക്കളുടെയും പാർട്ട് ഒരുപോലെ ആയിരിക്കുക സാധ്യമല്ല. എല്ലാവരിലും ശക്തി ഒന്നുപോലെയല്ല. നിങ്ങൾക്കറിയാം, ആരാണോ ആദ്യം ശിവന്റെ രുദ്രമാലയിലുള്ളത്, അവരുടേതാണ് ഏറ്റവും നല്ല പാർട്ട്. നാടകത്തിൽ ആരാണോ വളരെ നല്ല നല്ല ആക്ടേഴ്സ്, അവർക്ക് എത്ര മഹിമയുണ്ടാകുന്നു. കേവലം അവരെ കാണുന്നതിനു വേണ്ടി പോലും ലോകർ പോകുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയിലും ഉയർന്നത് ഒരു ബാബയാണ്. ഉയർന്നതിലും ഉയർന്ന ആക്ടർ, ക്രിയേറ്റർ, ഡയറക്ടർ എന്നും പറയാം. അവരെല്ലാം പരിധിയുള്ള ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെയാണ്. അവർക്ക് തൻ്റെ ചെറിയ പാർട്ട് ലഭിച്ചിരിക്കുന്നു. പാർട്ട് അഭിനയിക്കുന്നത് ആത്മാവാണ്. എന്നാൽ ദേഹാഭിമാനം കാരണം മനുഷ്യന് ഇങ്ങനെയുള്ള പാർട്ടാണ് എന്ന് പറയുന്നു. ബാബു പറയുന്നു, പാർട്ട് മുഴുവൻ ആത്മാവിനാണ്. ആത്മാഭിമാനി ആകേണ്ടി വരും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, സത്യയുഗത്തിൽ ആത്മാഭിമാനിയായിരിക്കും. ബാബയെ അറിയുന്നില്ല. ഇവിടെ കലിയുഗത്തിലാണെങ്കിൽ ആത്മാഭിമാനിയുമല്ല, ബാബയെയും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ആത്മാഭിമാനിയാകുന്നു, ബാബയെയും അറിയുന്നു. ബ്രാഹ്മണരായ നിങ്ങൾക്ക് വേറിട്ട നോളജ് ലഭിക്കുന്നു.
നിങ്ങൾ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ എല്ലാ ആത്മാക്കളും ആക്ടേഴ്സാണ് എന്നത്. എല്ലാവർക്കും പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരാളുടേതുപോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. ആ മുഴുവൻ പാർട്ടും ആത്മാവിലാണുള്ളത്. അല്ലെങ്കിൽ തന്നെ നാടകം ഉണ്ടാക്കുമ്പോൾ അതിലും പാർട്ട് ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. നല്ല പാർട്ടും ആത്മാവ് തന്നെയാണ് എടുക്കുന്നത്. ആത്മാവ് തന്നെയാണ് പറയുന്നത് ഞാൻ ഗവർണറാണ്, ഇന്നയാളാണ് എന്ന്. പക്ഷേ ആത്മാഭിമാനി ആകുന്നില്ല. സത്യയുഗത്തിൽ ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കും. ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊരെണ്ണം എടുക്കേണ്ടതുണ്ട്. അവിടെ പരമാത്മാവിനെ ആരും അറിയുന്നില്ല. ഈ സമയം നിങ്ങൾ എല്ലാം അറിയുന്നുണ്ട്. ശൂദ്രന്മാരെക്കാളും ദേവതമാരെക്കാളും ഉത്തമം നിങ്ങൾ ബ്രാഹ്മണരാണ്. അതാകുന്ന ഇത്രയും ബ്രാഹ്മണർ എവിടെ നിന്നും വരും? എക്സിബിഷനിൽ ലക്ഷക്കണക്കിന് പേർ വരുന്നുണ്ട്. ആര് നല്ല രീതിയിൽ മനസ്സിലാക്കിയോ ജ്ഞാനം കേട്ടുവോ അവർ പ്രജയായി മാറും. ഓരോരോ രാജാവിനും ധാരാളം പ്രജകളുണ്ട്. നിങ്ങൾ വളരെയധികം പ്രജകളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എക്സിബിഷനിലൂടെയും പ്രൊജക്ടറിലൂടെയും. ആരെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലവരായി മാറും. പഠിക്കും, യോഗം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കും. പ്രജയിലുള്ളവരും വരും. പിന്നെ ധനികർ, രാജാവ്, റാണി, ദരിദ്രർ തുടങ്ങിയ എല്ലാവരും വരും. പ്രിൻസ്, പ്രിൻസസ് വളരെയധികം ഉണ്ടായിരിക്കും. സത്യയുഗം മുതൽ ത്രേത വരെയുള്ള പ്രിൻസ്, പ്രിൻസസ് തയ്യാറാകേണ്ടതുണ്ട്. കേവലം 8ഉം 108ഉം അല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതും നത്തിങ് ന്യൂ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ നടത്തി എങ്കിൽ ഇതും പുതിയ കാര്യമല്ല. അനേകം തവണ ചെയ്തു. വീണ്ടും സംഗമത്തിൽ ഇതേ തൊഴിൽ ചെയ്യും. മറ്റെന്താണ് ചെയ്യുക? ബാബ വരും പതീതരെ പാവനമാക്കുവാൻ. ഇതിനെയാണ് വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിലും നമ്പർ വൈസ് ആയിരിക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽ ആരാണോ നല്ല പ്രഭാഷണം ചെയ്യുന്നത് എങ്കിൽ ഇവർ വളരെ നല്ല പ്രഭാഷണം ചെയ്തു എന്നെല്ലാവരും പറയും. മറ്റൊരാളുടേത് കേട്ടാലും ആദ്യത്തെ ആൾ നന്നായി മനസ്സിലാക്കിക്കുമായിരുന്നു എന്ന് പറയും. മൂന്നാമത്തെ ആൾ പിന്നെ അവരെക്കാൾ തീവ്രമാണ് എങ്കിൽ ഇയാൾ അവരെക്കാൾ തീവ്രമാണ് എന്ന് പറയും. ഓരോ കാര്യത്തിലും പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അവരെക്കാൾ മുകളിലേക്ക് പോകട്ടെ എന്ന്. ആരാണോ സമർത്ഥരായവർ അവർ പ്രഭാഷണത്തിന് വേണ്ടി ഉടൻ കൈ ഉയർത്തും. നിങ്ങളെല്ലാം പുരുഷാർത്ഥികളാണ്. മുന്നോട്ട് പോകവേ എക്സ്പ്രസ് ട്രെയിനായി മാറും. ഏതുപോലെ മമ്മ സ്പെഷ്യൽ മെയിൽ ട്രെയിനായിരുന്നു. ബാബയുടേത് അറിയുവാൻ കഴിയില്ല. കാരണം രണ്ടുപേരും ഒരുമിച്ചാണ്. ആരാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ സദാ മനസ്സിലാക്കണം, ശിവ് ബാബയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബയും ദാദയും രണ്ടുപേരും അറിയുന്നുണ്ട്. എന്നാൽ ആ ഒന്ന് അന്തർയാമിയാണ്. പുറമേ പറയുന്നു ഇദ്ദേഹം വളരെ സമർത്ഥനാണ്. ബാബയും മഹിമ കേട്ട് സന്തോഷിക്കുന്നു. ലൗകിക പിതാവിൻ്റെയും ഏതെങ്കിലും കുട്ടി നന്നായി പഠിച്ച് ഉയർന്ന പദവി നേടുകയാണ് എങ്കിൽ അച്ഛൻ മനസ്സിലാക്കും ഈ കുട്ടി നല്ല പേരുണ്ടാക്കും എന്ന്. ഈ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന കുട്ടി ഈ ആത്മീയ സർവീസിൽ സമർത്ഥനാണ് എന്ന്. മുഖ്യമായത് പ്രഭാഷണമാണ്. ആർക്കെങ്കിലും ബാബയുടെ സന്ദേശം നൽകണം, മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ ഉദാഹരണവും പറഞ്ഞു തന്നിരുന്നു. അതായത് ഒരാൾക്ക് 5 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? അപ്പോൾ പറഞ്ഞു 2 കുട്ടികൾ. മറ്റേയാൾ പറഞ്ഞു നിങ്ങൾക്ക് 5 കുട്ടികളാണല്ലോ,
ഇയാൾ പറഞ്ഞു, സൽപുത്രർ 2 പേരേ ഉള്ളൂ. ഇവിടെയും ഇങ്ങനെയാണ്. കുട്ടികൾ ധാരാളമുണ്ട്. ബാബ പറയും, ഈ ഡോക്ടർ നിർമ്മല എന്ന കുട്ടി വളരെ നല്ലതാണ്. വളരെ സ്നേഹത്തോടെ ലൗകിക പിതാവിന് മനസ്സിലാക്കിച്ചു കൊടുത്ത് സെൻറ്റർ തുറപ്പിച്ചു. ഇത് ഭാരതത്തിൻ്റെ സർവീസാണ്. നിങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കുന്നു. ഈ ഭാരതത്തെ നരകമാക്കിയത് രാവണനാണ്. ഒരു സീത മാത്രമല്ല തടവിലായിരുന്നത്. എന്നാൽ നിങ്ങൾ സീതമാർ രാവണൻ്റെ തടവിലായിരുന്നു. ബാക്കി ശാസ്ത്രങ്ങളിലെല്ലാം കെട്ടുകഥകളാണുള്ളത്. ഈ ഭക്തിമാർഗവും ഡ്രാമയിലുണ്ട്. നിങ്ങൾക്കറിയാം, സത്യയുഗം മുതൽ എന്ത് കടന്നുപോയോ അത് റിപ്പീറ്റ് ആകും. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയുമാകുന്നു. ബാബ പറയുന്നു, എനിക്ക് വന്ന് പൂജാരിയിൽ നിന്നും പൂജ്യർ ആക്കേണ്ടതുണ്ട്. ആദ്യം ഗോൾഡൻ ഏജ്, പിന്നെ അയൺ ഏജ് ആകണം. സത്യയുഗത്തിൽ സൂര്യവംശി ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു. രാമരാജ്യം ചന്ദ്രവംശിയായിരുന്നു. ഈ സമയം നിങ്ങളെല്ലാവരും ആത്മീയ ക്ഷത്രിയർ, അതായത് യോദ്ധാക്കളാണ്. യുദ്ധമൈതാനത്തിൽ വരുന്നവരെ ക്ഷത്രിയൻ എന്ന് പറയുന്നു. നിങ്ങൾ ആത്മീയ ക്ഷത്രിയനാണ്. ബാക്കി അവർ ഭൗതിക ക്ഷത്രിയരാണ്. അവരോട് ബാഹുബലത്തിലൂടെ അടിവഴക്കുകൾ കൂടാൻ പറയുന്നു. തുടക്കത്തിൽ കൈകൾ കൊണ്ട് മല്ലയുദ്ധം നടക്കുമായിരുന്നു. പരസ്പരം അടികൂടുമായിരുന്നു. പിന്നെ വിജയം നേടുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, ബോംബുകളും മറ്റും ആയിരിക്കുന്നു. നിങ്ങളും ക്ഷത്രിയരാണ്, അവരും ക്ഷത്രിയരാണ്. നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് മായയുടെ മേൽ ജയം നേടുന്നു. നിങ്ങളാണ് ആത്മീയ ക്ഷത്രിയൻ. ആത്മാക്കൾ തന്നെയാണ് ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ ബാബ വന്ന് പഠിപ്പിക്കുന്നു, കുട്ടികളെ, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ പിന്നെ മായ ഭക്ഷിക്കുകയില്ല. നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾക്ക് തലകീഴായ സങ്കല്പങ്ങൾ വരില്ല. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷവും നിലനിൽക്കും. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, രാവിലെ എഴുന്നേറ്റ് അഭ്യസിക്കൂ. ബാബ, അങ്ങ് എത്ര മധുരമാണ്. ആത്മാവ് ബാബ എന്ന് പറയുന്നു. ബാബ തിരിച്ചറിവ് നൽകി, ഞാൻ നിങ്ങളുടെ പിതാവാണ്. നിങ്ങളെ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് മനുഷ്യ സൃഷ്ടിയുടെ തലകീഴായ വൃക്ഷമാണ്. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ മനുഷ്യ സൃഷ്ടിയാണ്. ഇതിനെ വിരാട ലീല എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഈ മനുഷ്യ വൃക്ഷത്തിൻ്റെ ബീജരൂപമാണ്. എന്നെ ഓർമ്മിക്കുന്നു. ചിലർ ഒരു വൃക്ഷത്തിൻ്റേതും ചിലർ മറ്റൊരു വൃക്ഷത്തിൻ്റേതുമാണ്. പിന്നെ നമ്പർ വാറായി വരുന്നു. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഈ ഒന്ന് ധർമ്മസ്ഥാപകനാകുന്ന സന്ദേശവാഹകനെ അയച്ചു എന്ന് പറയുന്നു. എന്നാൽ അവിടെ നിന്നും അയക്കുന്നില്ല. ഇത് ഡ്രാമ അനുസരിച്ച് റിപ്പീറ്റ് ആകുന്നതാണ്. ഈ ഒന്ന് മാത്രമാണ് ധർമ്മവും രാജധാനിയും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ സംഗമമാണ്. വിനാശത്തിൻ്റെ ജ്വാല പ്രജ്വലിതമാകേണ്ടതുണ്ട്. ഇതാണ് ശിവബാബയുടെ ജ്ഞാനയജ്ഞം. അവർ രുദ്രൻ എന്ന് നാമം വച്ചിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരായ നിങ്ങൾ ജനിച്ചു. നിങ്ങൾ ഉയർന്നവരായല്ലോ. പിന്നാലെ വംശാവലി വരുന്നു. വാസ്തവത്തിൽ എല്ലാവരും ബ്രഹ്മാവിൻ്റെ കുട്ടികളാണ്. ബ്രഹ്മാവിനെ പറയുന്നത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാണ്. വംശാവലി വൃക്ഷമുണ്ട്. ആദ്യമാണ് ഉയർന്ന ബ്രഹ്മാവ്. പിന്നെ വംശാവലി വരുന്നു. ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടി രചിക്കുന്നത് എന്ന് പറയുന്നു. രചന എന്നതുണ്ട്. അവർ എപ്പോഴാണോ പതീതമാകുന്നത് അപ്പോൾ ആ ഒന്നിനെ വിളിക്കുന്നു. ആ ഒന്ന് വന്ന്
ദുഃഖം നിറഞ്ഞ സൃഷ്ടിയെ സുഖം നിറഞ്ഞതാക്കുന്നു. അതിനാൽ വിളിക്കുന്നു, ദുഃഖം ഹരിച്ച് സുഖം തരുന്ന ബാബ വരൂ. ഹരിദ്വാർ എന്ന നാമം വച്ചിരിക്കുന്നു. ഹരിദ്വാർ എന്നാൽ ഹരിയുടെ കവാടം. അവിടെ ഗംഗ ഒഴുകുന്നു. നമ്മൾ ഗംഗയിൽ സ്നാനം ചെയ്താൽ ഹരിയുടെ കവാടത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഹരിയുടെ കവാടം എവിടെയാണ്? അവർ പിന്നെ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. ഹരിയുടെ കവാടം ശിവ് ബാബയാണ്. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ആദ്യം തൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്കാണ് പോകേണ്ടത്. കുട്ടികളായ നിങ്ങൾ തൻ്റെ പിതാവിനെയും വീടിനെയും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ബാബയുടെ സിംഹാസനം അല്പം ഉയർന്നതാണ്. പുഷ്പം മുകളിലാണ്. പിന്നെ യുഗൾ മണികൾ അതിനു താഴെ. പിന്നെ രുദ്രമാല എന്ന് പറയുന്നു. രുദ്രമാല വിഷ്ണുവിൻ്റെ മാലയാകുന്നു. വിഷ്ണുവിൻ്റെ കഴുത്തിലെ മാല തന്നെയാണ് പിന്നെ വിഷ്ണുപുരിയിൽ രാജ്യം ഭരിക്കുന്നത്. ബ്രാഹ്മണരുടെ മാലയില്ല, കാരണം അടിക്കടി പൊട്ടിപ്പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നമ്പർ വൈസ് ആണല്ലോ. ഇന്ന് നല്ലതാണ്, നാളെ കൊടുങ്കാറ്റ് വരുന്നു. ഗ്രഹപ്പിഴ വരുന്നതിലൂടെ തണുത്തു പോകുന്നു. ബാബ പറയുന്നു, എൻ്റേതാകുന്നു. ആശ്ചര്യപൂർവം കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ധ്യാനത്തിൽ പോകുന്നു, മാലയിൽ കോർക്കപ്പെടുന്നു, പിന്നെ പൂർണ്ണമായും ഓടിപ്പോകുന്നു, ചണ്ടാളനാകുന്നു. പിന്നെ മാല എങ്ങനെ തയ്യാറാകും? അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല. ഭക്തരുടെ മാല വേറെയാണ്, രുദ്രമാല വേറെയാണ്. ഭക്തമാലയിൽ മുഖ്യമായത് ഫീമെയിൽസിൽ മീരയും മെയിൽസിൽ നാരദനുമാണ്. ഇതാണ് രുദ്രമാല. സംഗമത്തിൽ ബാബ തന്നെ വന്ന് മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നത്, ഇപ്പോൾ നരകമാണ്. ബാബ പറയുന്നു, നരകത്തെ പുറം കാൽ കൊണ്ട് തൊഴിക്കൂ, സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം എടുക്കൂ. നിങ്ങളുടേത് രാവണൻ തട്ടിയെടുത്തു. ഇത് ബാബ തന്നെയാണ് വന്ന് പറഞ്ഞു തരുന്നത്. ആ ഒന്ന് ഈ എല്ലാ ശാസ്ത്രങ്ങളെയും തീർത്ഥാടനങ്ങളെയും മറ്റും അറിയുന്നു. ബീജരൂപമാണല്ലോ. ജ്ഞാനത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം എന്ന് ആത്മാവാണ് പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു. അവർക്ക് മുമ്പ് എന്തായിരുന്നു? തീർച്ചയായും കലിയുഗത്തിൻ്റെ അന്തിമമാകും. അപ്പോൾ സംഗമയുഗം ആയിരുന്നിട്ടുണ്ടാകും. വീണ്ടും ഇപ്പോൾ സ്വർഗമാകുന്നു. ബാബയെ സ്വർഗത്തിൻ്റെ രചയിതാവ് എന്ന് പറയുന്നു. സ്വർഗം സ്ഥാപിക്കുന്നവനാണ്. ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു. ഇവർക്ക് എവിടെ നിന്നാണ് സമ്പത്ത് ലഭിച്ചത്? സ്വർഗത്തിൻ്റെ രചയിതാവായ ബാബയിൽ നിന്നും. ബാബയുടെ തന്നെ സമ്പത്താണിത്. നിങ്ങൾക്ക് ആരോടും ചോദിക്കാം. ഈ ലക്ഷ്മി നാരായണന്മാർക്ക് സത്യയുഗത്തിൻ്റെ രാജധാനി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നേടിയത്? ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ഈ ദാദായും പറയുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. പൂജ ചെയ്യുമായിരുന്നു, പക്ഷേ അറിയാമായിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഈ സംഗമത്തിൽ രാജയോഗം പഠിക്കുന്നു. ഗീതയിൽ തന്നെയാണ് രാജയോഗത്തിൻ്റെ വർണ്ണനയുള്ളത്. ഗീതയിൽ അല്ലാതെ മറ്റൊരു ശാസ്ത്രത്തിലും രാജയോഗത്തിൻ്റെ കാര്യമില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഭഗവാൻ തന്നെയാണ് വന്ന് നരനിൽ നിന്നും നാരായണനാകാനുള്ള നോളജ് നൽകിയത്. ഭാരതത്തിൻ്റെ മുഖ്യ ശാസ്ത്രമാണ് ഗീത. ഗീത എപ്പോൾ രചിക്കപ്പെട്ടു? ഇതറിയുന്നില്ല. ബാബ പറയുന്നു, കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ വരുന്നു. ആർക്കാണോ രാജ്യം നൽകിയിരുന്നത് അവർ രാജ്യം പാഴാക്കി. പിന്നെ തമോ പ്രധാനവും ദുഃഖിതരുമായിരിക്കുന്നു. രാവണൻ്റെ രാജ്യമാണ്. മുഴുവൻ ഭാരതത്തിൻ്റെ തന്നെ കഥയാണ്. ഭാരതം ഓൾറൗണ്ടാണ്.
മറ്റുള്ളവയെല്ലാം പിന്നീടാണ് വരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ രഹസ്യം പറഞ്ഞു തരുന്നു. 5000 വർഷം മുമ്പ് നിങ്ങൾ ദേവീ ദേവന്മാരായിരുന്നു. നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിഞ്ഞിരുന്നില്ല. ഹേ ഭാരതവാസികളെ, ബാബ വരുന്നത് അന്തിമത്തിലാണ്. ആദിയിൽ വരികയാണെങ്കിൽ ആദിയുടെയും അന്ത്യത്തിൻ്റെയും നോളജ് എങ്ങനെ കേൾപ്പിക്കും? സൃഷ്ടിയുടെ വളർച്ചയെ ഉണ്ടായില്ല, അപ്പോൾ എങ്ങനെ മനസ്സിലാക്കിക്കും? അവിടെയാണെങ്കിൽ നോളജിൻ്റെ ആവശ്യം തന്നെയില്ല. ബാബ ഇപ്പോൾ സംഗമത്തിൽ തന്നെയാണ് നോളജ് നൽകുന്നത്. നോളജ് ഫുള്ളാണല്ലോ. തീർച്ചയായും നോളജ് കേൾപ്പിക്കുവാൻ അന്തിമത്തിൽ വരേണ്ടി വരും. ആദിയിൽ നിങ്ങളെ എന്ത് കേൾപ്പിക്കുവാനാണ്? ഇത് വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്. ഭഗവാൻ വാച്ച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇത് പാണ്ഡവ ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ സംഗമമാണ്. യാദവർ, കൗരവർ, പാണ്ഡവർ. അവർ ഇരുന്ന് സേനകളെ കാണിച്ചിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, യാദവരും കൗരവരും വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. പരസ്പരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയോട് പ്രീതിയില്ല. നായിലും പൂച്ചയിലുമെല്ലാം പരമാത്മാവുണ്ട് എന്ന് പറയുന്നു. ബാക്കി പാണ്ഡവരുടേത് പ്രീതബുദ്ധിയായിരുന്നു. പാണ്ഡവരുടെ കൂട്ടുകാരൻ സ്വയം പരമാത്മാവായിരുന്നു. പാണ്ഡവൻ എന്നാൽ ആത്മീയ വഴികാട്ടി. അവരാകട്ടെ ഭൗതിക വഴികാട്ടികളാണ്. നിങ്ങളാണ് ആത്മീയ വഴികാട്ടികൾ. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മാഭിമാനിയായി ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഹീറോ പാർട്ട് അഭിനയിക്കണം. ഓരോ ആക്ടറിൻ്റെയും പാർട്ട് അവരവരുടേതാണ്. അതിനാൽ ആരുടെയും പാർട്ടിൽ ഈർഷ്യ കാണിക്കരുത്. അതിരാവിലെ എഴുന്നേറ്റ് സ്വയം തന്നോട് സംസാരിക്കണം, അഭ്യസിക്കണം. ഞാൻ ഈ ശരീരത്തിൻ്റെ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ടതാണ്. ബാബ, അങ്ങ് എത്ര മധുരമാണ്. അങ്ങ് എനിക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. വരദാനം: സദാ ദേഹാഭിമാനത്തിൻ്റെയും ദേഹത്തിൻ്റെയും ദുർഗന്ധത്തിൽ നിന്നും ദൂരെയിരിക്കുന്ന ഇന്ദ്രപ്രസ്ഥ നിവാസിയായി ഭവിക്കട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിൽ ദേവകൾക്കല്ലാതെ ഒരു മനുഷ്യനും നിവസിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു. മനുഷ്യൻ എന്നാൽ ആരാണോ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കാതെ ദേഹമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ദേഹാഭിമാനം, ദേഹത്തിൻ്റെ പഴയ ലോകം, പഴയ സംബന്ധങ്ങൾ എന്നിവയിൽ നിന്നും സദാ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നവർ. അല്പമെങ്കിലും മനുഷ്യ സ്വഭാവത്തിൻ്റെ ദുർഗന്ധം ഉണ്ടാകരുത്. ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കൂ. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ചിറകുകൾ ശക്തിശാലിയായിരിക്കണം. അപ്പോൾ ഇന്ദ്രപ്രസ്ഥ നിവാസി എന്ന് പറയും. സ്ലോഗൻ: തൻ്റെ ശരീരവും മനസ്സും ധനവും സഫലമാക്കുന്നവരും സർവ ഖജനാവുകളും വർദ്ധിപ്പിക്കുന്നവരുമാണ് വിവേകശാലികൾ. ബാഹ്യ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് എൻ്റെ നിജ സ്വരൂപം ഞാൻ ചിന്തിക്കുന്നു. പുരിക മധ്യത്തിൽ ഒരു പ്രകാശ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപത്തിൽ എൻ്റെ
മനസ്സും ബുദ്ധിയും ഞാൻ ഏകാഗ്രമാക്കുന്നു. ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശാന്തിയും പവിത്രതയുമാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിരമാകുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻസ് നാനാഭാഗത്തും വ്യാപിക്കുന്നു. ബുദ്ധിബലത്തിലൂടെ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയായി ഞാൻ ശാന്തിധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ ശിവ പരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഈ സ്മൃതിയിൽ ഇരിക്കുമ്പോൾ ശാന്തിയുടെയും പവിത്രതയുടെയും സർവശക്തികളുടെയും അളവറ്റ ഖജനാവുകൾ ആത്മാവിൽ നിറയുന്നു. ഈ ഈശ്വരീയ ഖജനാവുകളുടെ സമ്പന്ന അവസ്ഥയിൽ പരമാത്മാവുമായി സംയുക്തമായിരുന്ന് എൻ്റെ വരദാനി സ്വരൂപം ഞാൻ എമർജ് ചെയ്യുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും ഈശ്വരീയ ഖജനാവുകൾ മാസ്റ്റർ ജ്ഞാന സൂര്യൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിപ്പിക്കുന്നു. സൃഷ്ടിയിലെ മനുഷ്യാത്മാക്കൾ ഈശ്വരീയ ശക്തിയാൽ ശാന്തിയുടെ ഖജനാവിനാൽ സമ്പന്നമാണ്. സർവ ആത്മാക്കളും പരമാത്മാ ശക്തികളുടെ ഛത്രഛായയിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ.